മലയാളം തുരുത്ത് പാരിത്തുകാവ് ഉന്നതി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിലുള്ള നിർണായക സമാധാന ചർച്ച ഇന്ന് നടക്കും. ഹൈക്കോടതി സർക്കാരിന് അനുവദിച്ച സാവകാശത്തിന്റെ പശ്ചാത്തലത്തിലാണ് താമസക്കാരുടെ പുനരധിവാസം ഉറപ്പാക്കാനുള്ള ഈ അടിയന്തര ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടിയൊഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാരിന് ജൂൺ 16 വരെ ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി 16 വരെയാണ് ദിവസം. അതിനിടയിൽ ഈ സമാധാന ചർച്ച അവിടെ ഉള്ള ആളുകൾക്കുമായിട്ട് മന്ത്രിയുടെ സംസാരിക്കുമ്പോഴേക്കും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ മീറ്റിംഗിന് ശേഷം ഒരു അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് വേണോ കണക്കാക്കാൻ? ഹരി, നിലവിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസമാണ് ഇപ്പോൾ 16-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നത്. നേരത്തെ 9-ാം തീയതിയായിരുന്നു. 9-ാം തീയതി അന്തിമ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ അവരെ കുടിയൊഴിപ്പിക്കണം, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നായിരുന്നു ആദ്യം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പിന്നീട് വീണ്ടും കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് 16-ാം തീയതി വരെ ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അടിയന്തര യോഗം ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ആ ഒരു യോഗം കളക്ടറേറ്റിൽ കൂടുക. ഈ യോഗത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മലയാളം തുരുത്ത് നിവാസികളുണ്ടാകും, അവരുടെ അഭിഭാഷകരുണ്ടാകും, സമരസമിതി അംഗങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ ഈ കണ്ണാട്ട് കുടുംബാംഗങ്ങളും ഉണ്ടാകും. ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു യോഗമാണ് ഇന്നിപ്പോൾ നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ യോഗം. ആ യോഗത്തിൽ പ്രധാനമായും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇപ്പോഴുള്ള കുടുംബങ്ങളെ, അതായത് നിലവിൽ താമസിക്കുന്ന കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കാമെന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറ്റാം അവരെ എന്നാണ് സർക്കാരിൻ്റെ ആവശ്യം. ആ രീതിയിലുള്ളൊരു സമവായ ചർച്ചകളിലേക്കാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർ അതിന് സമ്മതിക്കുന്നില്ല. മലയാളം തുരുത്ത് നിവാസികൾ പറയുന്നത് ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ റീസർവേ വേണം, ഏകദേശം 30 സെന്റിൽ അധികം തങ്ങൾക്കുണ്ട്, അപ്പോൾ അവിടെ തന്നെ തങ്ങളെ താമസിപ്പിക്കണം, ഇവിടെ നിന്ന് മാറില്ല എന്നാണ് ഈ സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അവർ അത്തരത്തിലാണ്, ഇവിടെ നിന്ന് മാറില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കണ്ണാട്ട് കുടുംബം പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് തങ്ങളുടെ ഭൂമിയാണ്, എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നാണ് ആ കുടുംബം പറയുന്ന കുടുംബം ആവശ്യപ്പെടുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെ രമ്യമായി പരിഹരിക്കാമെന്നാണ് സർക്കാരും ഇപ്പോൾ നിലപാടെടുക്കുന്നത്. ഇതിലിപ്പോൾ CPM ആണ് ഈ സമരക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ ഒരു സമരത്തിന് മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യം തന്നെ ഇതൊരു വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് CPM ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ നടപടി, പോലീസിൻ്റെയൊക്കെ നടപടിയിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എന്തായാലും ഈ വിഷയത്തെ എങ്ങനെ രമ്യമായി പരിഹരിക്കാമെന്നാണ് സർക്കാർ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ അവിടെ താമസിക്കുന്നവരൊരു റീസർവേ നടത്തി തങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കണം, ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന് പറയുമ്പോൾ തന്നെ കണ്ണാട്ട് കുടുംബം മുന്നിൽ വെക്കുന്നത് ഈ കോടതികളുടെ, നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഒക്കെ വിധികൾ തന്നെയാണ്. എന്തായാലും എങ്ങനെ ഇത് രമ്യമായി പരിഹരിക്കാമെന്ന് സർക്കാർ ചിന്തിക്കുമ്പോൾ പോലും വലിയൊരു ആശയക്കുഴപ്പത്തിൽ കൂടിയാണ് സർക്കാർ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. വലിയ ആശയക്കുഴപ്പമാണ്, തർക്കമൊന്നുമില്ല. ഈ 9-ാം തീയതി എന്നുള്ളത് 16-ാം തീയതിയിലാക്കിയത് സർക്കാരിനൊരു ചെറിയ ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ഈ സമവായ ചർച്ച അത് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ ചേരുന്നത്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സമരക്കാർ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ സഹകരിക്കുന്നില്ല, അവർക്ക് ഇവിടം വിട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. റീസർവേ നടത്തണമെന്നാണ് ആവശ്യം. കാരണം അവർ തലമുറകളായി ഇവിടെ താമസിക്കുന്നവരാണ്. അത് പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും CPM ആണ് ഈ സമരത്തിനും അവരോടൊപ്പം തന്നെ നിൽക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് യോഗം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.